ഹലോ, വെൽക്കം ടു മംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ വീഡിയോയിൽ നമ്മുടെ രാത്രിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സ്കിൻ കെയർ കാണിക്കുന്നുണ്ട്. പിന്നെ രാത്രിയിലെ കിച്ചൺ ക്ലീനിങ് കാണിക്കുന്നുണ്ട്. അന്നത്തെ കുക്കിംഗ്, ക്ലീനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് തുടങ്ങട്ടോ. രാവിലെ നമ്മുടെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കിംഗ് തുടങ്ങിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതിന് നമ്മൾ കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, വലിയ ഉള്ളി, ഒരു ചെറിയ തക്കാളിയും കൂടി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി, നമ്മൾ കിഴങ്ങ് കറി ഉണ്ടാക്കുമല്ലോ, ഒരു മഞ്ഞ കിഴങ്ങ് കറി, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന്. അപ്പോൾ അതിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരിയും പിന്നെ ഈ കറിയാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞ ഇഷ്ടു എന്നൊക്കെ പറയും നമ്മളവിടെ, എന്താ പറയുകയെന്നറിയില്ല. അപ്പോൾ അങ്ങനെ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് നമ്മൾ റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടിട്ട് നേരിയ ചൂടുവെള്ളം കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പൂരിക്കായാലും ചപ്പാത്തിക്കായാലൊക്കെ ഞാൻ നേരിയ ചൂടുവെള്ളമാണ് എടുക്കൽ. നമ്മൾ നല്ല തിളച്ച വെള്ളം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മധുരം വരും കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമ്പോൾ തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ സോഫ്റ്റ് ആവും, പക്ഷേ ഒരു മധുരം വരും. അപ്പോൾ നേരിയ ചൂടുവെള്ളം കൊണ്ട് കുഴച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പൂരി ആയാലും ചപ്പാത്തി ആയാലും ഒക്കെ നന്നായിട്ട് വരിക അല്ലേ. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മളിതാ കുഴച്ചെടുക്കേണ്ട ചെറുതായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുക്കലാണ് കേട്ടോ. ഒരു 1/4 സ്പൂണ്, 1/2 സ്പൂണൊക്കെ ഒഴിച്ചെടുത്താൽ മതി. ഒന്നും കൂടി ഒന്ന് നമുക്ക് കണ്ട് കുഴച്ചെടുക്കാൻ കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്നും കൂടി സോഫ്റ്റ് ആവാനും കൂടി നല്ലതാണ്. അങ്ങനെ നമ്മൾ അത് കുഴച്ചതിൽ കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ ചെറിയ ഉരുളകളാക്കി ആക്കുന്നുണ്ട്. പൂരി ഞാനങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കലില്ല കേട്ടോ, എണ്ണയിൽ ഉണ്ടാക്കണതല്ലേ എന്ന് കരുതിയിട്ട്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ആകുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കാമെന്ന് കരുതിയത്. കൂടുതലും ഇവിടെ ഇഷ്ടം കുട്ടികൾക്കായാലും അല്ല അമ്മക്കും ഒക്കെ ഇഷ്ടമുള്ളത് നമ്മൾ അരിയും ഉഴുന്നൊക്കെ അരച്ചിട്ട് ഇഡ്ഡലി ആയാലോ ദോശ ആയാലോ അങ്ങനെയുള്ളതിനോടാണ് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ വെള്ളപ്പം, അതിനോടാണ് ഇഷ്ടം. പിന്നെ നമ്മൾ സാധാരണ ദോശ, നീർദോശ, അതാണ് കാര്യമായിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയതൊക്കെ ആണെങ്കിലാണ് ഉമ്മാക്കും ഇഷ്ടം, ഇവിടെ കുട്ടികൾക്കും ഇഷ്ടം അതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുക്കലുണ്ട്. അങ്ങനെ അതാ നമ്മൾ പൂരി ഓരോന്നായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോള് എണീറ്റ് വന്നിട്ടുണ്ട്. അവളിപ്പോൾ പ്രസ് ചെയ്തിട്ട് എനിക്ക് ഇട്ടുതരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം വേഗം ആക്കി എടുക്കുന്നുണ്ട്. രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന നടക്കലും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ അപ്പോൾ കഴിച്ച പാത്രങ്ങളും പിന്നെ കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൊണ്ട് തുടച്ചിടും ഞാൻ. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടൊക്കെ പോവുക ചെയ്യുക. അങ്ങനെ ഓരോരോ റൂട്ടീനാണ് എനിക്ക്. നമ്മൾ കഴിച്ച പാത്രം നമ്മൾ സിങ്കിലിട്ടിട്ട് വേറെ പണിക്ക് പോകണ എന്തെങ്കിലും ഒരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ട. നമ്മൾ കഴിച്ച പാത്രങ്ങൾ ഉടനെ തന്നെ നമ്മൾ കഴുകി ആ കിച്ചണുണ്ട് ക്ലീനാക്കി ഇടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കണത്, വസ്ത്രങ്ങൾ കൂടിക്കിടക്കണത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടിച്ചു വാരിയിട്ട് കൂട്ടിയിടുന്നത്, അതൊക്കെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാക്കില്ല എന്ന് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നീറ്റായി കിടക്കുകയും ചെയ്യും. നമുക്ക് തന്നെ ഒരു ആശ്വാസമാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ട് വീണ്ടും വന്നിട്ട് കിച്ചണിൽ കയറിയിട്ട് നമ്മൾ ആ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭയങ്കര മടിയായിട്ട് തോന്നും. ആ പാത്രം കഴുകിനോടുള്ള മടി നമുക്ക് അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആ ഉടനെ തന്നെ തിന്ന പാത്രങ്ങൾ, നമ്മൾ കുട്ടികൾ കഴിച്ച പാത്രങ്ങൾ അവരോട് തന്നെ കഴുകി വെക്കാൻ വേണ്ടി പറയുക. നമ്മൾ കഴിച്ചത് നമ്മൾ കഴുകുക. അങ്ങനെ ഒക്കെ ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്രം കഴുകാനുള്ളൊരു മടി നമുക്ക് മാറിക്കിട്ടുട്ടാ. എല്ലാ വീട്ടമ്മമാർക്കും മടുപ്പ് തോന്നുന്ന അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു പണി എന്ന് പറഞ്ഞത് പാത്രം കഴുകൽ തന്നെ ആയിരിക്കും. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പാത്രം നമ്മൾ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ട് ഉപയോഗിക്കാനും അത് വെച്ചിട്ട് നമുക്ക് കുക്കിംഗ് ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കുക. എന്നിട്ട് അത് ഉടനെ തന്നെ അങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴുകി പോവുക. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മടി മാറി കിട്ടും. ഇതാ നമ്മൾ പിന്നെ അങ്ങനെ മുറ്റടിച്ച് വരികയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്കൂളില്ലാത്ത സമയമായ കാരണം കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ റൂട്ടീനായത്. ഇങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റ് ഔട്ടും ഭാഗങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി വരൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ എണീക്കാൻ വേണ്ടി ശ്രമിക്കും. രാവിലെ മോൾ നേരത്തെ പോണ ഉണ്ടാവുമ്പോൾ ഒരു 6:30ക്കൊക്കെ അവൾ പോകുമായിരുന്നു വീട്ടിൽ നിന്ന്. ഒരു 7 മണി ആകുമ്പോഴത്തേന് എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടി വരലുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചക്കും രാവിലേക്കൊക്കെ ഉള്ളതൊക്കെ ഒരുമിച്ചാണ് ഉണ്ടാക്കൽ. അപ്പോൾ അത് ആകുമ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 7 മണിക്ക് ശേഷം ആണ് നമ്മൾ ഇവിടെ വന്നിട്ട് ക്ലീൻ ചെയ്യൽ. അപ്പോൾ നമ്മളെ സമയത്തിൽ ചെറിയൊരു മാറ്റം വരും തൊട്ട്. അപ്പോൾ ഒന്നും കൂടി നേരത്തെ എണീക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്.
നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഓരോരോ പണികളും കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ മുറ്റടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പുല്ല് പൊറിക്കലും നടക്കലുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട്, മുറ്റത്ത് മെറ്റലല്ലേ അപ്പോൾ എന്തായാലും പുല്ല് പൊന്തും, അപ്പോൾ പുല്ല് വരലില്ലേ, എന്താ മെറ്റലിട്ട് കാരണം കൊണ്ട് പുല്ല് വരില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പരിപാടി ഇട്ട് എപ്പോൾ മുറ്റടിക്കുകയാണെങ്കിലും ആ കാണുന്ന പുല്ലുകൾ അവിടെ തന്നെ കണ്ട് പറിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല പുല്ല് പൊന്തി വരും. കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യണതല്ലേ, അപ്പോൾ പുല്ല് എന്തായാലും ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് ആ ഉടനെ തന്നെ പറിച്ച് കഴിഞ്ഞാൽ അതൊരു ഭാരമായിട്ട് തോന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ പുല്ല് പറിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അവർക്ക് ഇറിറ്റേഷൻ, കയ്യിന് സ്കിന്ന് പ്രോബ്ലം ഒക്കെ വരും. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും കയ്യിൽ ചൊറിച്ചിലാണ് പുല്ല് കയ്യുമ്പോൾ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് മടിയുള്ള കാര്യമാണ്. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അവർ എൻ്റെ കൂടെ വരലുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളെ പുല്ലുപറിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പുല്ല് പൊന്തലില്ലേ എന്നുള്ളത് ചോദിച്ചതിനുള്ളൊരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ മാറാല തട്ടാനുള്ള ദിവസമാണ്. അപ്പോൾ ഞാനൊരു മാസത്തിലൊരു ദിവസം എന്തായാലും മാറാല തട്ടിയെടുക്കലുണ്ട്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ എവിടെയും മാറാല ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ ചുമര് തുടക്കലുണ്ട്, ചളിയായ ഭാഗങ്ങൾ, അതൊക്കെ നമ്മളെ വീഡിയോയിൽ നമ്മുടെ കൂട്ടുകാർ കാണുന്നതാണ്. അപ്പോൾ ഉള്ളത് എന്താണ് അത് നമ്മൾ വൃത്തിയാക്കി കൊണ്ടുപോകല്ലേ. നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വലിയ അതൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്താണോ ഉള്ളത് ആ ഉള്ളത് നമ്മൾ വൃത്തിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കട്ടോ. ഉള്ള വീട് നമ്മൾ സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടു കൂടി നേരാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിലൊരു ഭംഗി വരുത്താനും കൂടി ശ്രമിക്കട്ടെ. അപ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ഇനി നമുക്ക് ആഗ്രഹിക്കുക എന്തെല്ലാം സാധനങ്ങൾ ഇത് വേണം, അല്ലെങ്കിൽ സ്ത്രീകളാണ് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളുണ്ടാവും. അത് അവർക്ക് വീടിനോടും അല്ലെങ്കിൽ പരിസരങ്ങളോടും അങ്ങനെയുള്ള എന്തെങ്കിലും കാണുമ്പോൾ അതിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നുന്ന ആളുകളാണ് പൊതുവെ സ്ത്രീകൾ, പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുക, നമുക്ക് എന്നിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ശ്രമിക്കും കൂടി ചെയ്യാം. അപ്പോൾ ചില സമയത്ത് നമുക്ക് നടക്കും, ചിലപ്പോൾ ടൈം എടുത്തിട്ടായിരിക്കും. എൻ്റെ ലൈഫിൽ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാതും കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അത് സംഭവിക്കുള്ളൂ. പക്ഷേ ഞാനതിന് കാത്തിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാനൊക്കെ നമ്മളിങ്ങനെ നിൽക്കും. അപ്പോൾ ഒരിക്കൽ നടക്കും തന്നെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഉള്ള കാര്യങ്ങൾ. വീട്ടിൽ മാറാലങ്ങനെ കെട്ടിക്കിടക്കണത് തൂങ്ങിക്കിടക്കണതും നമ്മളെ വീട്ടിൽ ഐശ്വര്യവും ബർക്കത്തൊക്കെ കുറക്കും. അത് നമ്മൾ പൊടിൻ്റെ അലർജി ഉള്ളവർക്ക് പ്രത്യേകിച്ചാണ്. പക്ഷേ അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, നമ്മളെ വീട്ടിൽ ഐശ്വര്യത്തിൻ്റെ കുറവുണ്ടാവും. ഇത് രണ്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പൊടി തട്ടി നമ്മളെ വീടിൻ്റെ ഉള്ളിൽ മാറാലൊക്കെ തട്ടി എവിടെയും ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഫർണിച്ചർ ഉണ്ട്, നമ്മളെ മുന്നിലിടുന്ന സിറ്റ് ഔട്ടിലിടുന്ന ഒരു ബെഞ്ച് ഉണ്ടാവും, അത് വലിക്കണം. അല്ലെങ്കിൽ ചെയറുകളുണ്ടാവും, അതല്ലെങ്കിൽ സോഫ ഉണ്ടാവും. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വലിച്ച് അതിൻ്റെ ബാക്കിൽ മാറാലില്ല, പൊടികളില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മുക്കും മൂലയൊക്കെ ഒരുപോലെ വൃത്തിയായിരിക്കും. അങ്ങനെ ഉള്ള വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും കേട്ടോ. പിന്നെ ഉള്ളതിൽ നമ്മൾ സംതൃപ്തി ഉണ്ടായിട്ട് അതിൽ സന്തോഷം കൂടി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കട്ടെ. അപ്പോഴാണ് നമ്മൾ ആ വീട്ടിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. എന്താണ് ഉള്ളത് ആ ഉള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും മാറാലൊക്കെ തട്ടൽ കഴിഞ്ഞിട്ട് അടിച്ചു വാരാണ്. 2 ദിവസം മോളായിരുന്നു അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ അവരെ കൊണ്ട് എടുപ്പിക്കലുണ്ട്. അപ്പോൾ മോനും അടിച്ചു വാരി തരും കേട്ടോ. എനിക്ക് ബ്രഷ് വെച്ചിട്ട് എനിക്ക് അടിക്കാൻ അത്ര വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവനും അടിച്ചു തരലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലാന്നുണ്ടെങ്കിലൊക്കെ ഞാൻ മോനെ കൊണ്ട് ചെയ്യിക്കലുണ്ട്. ആരുമില്ല എന്നുള്ള സമയത്തൊക്കെ മോള് അടിച്ചു വാരലുണ്ട്, തുടക്കലൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മുക്കും മൂലയും എല്ലാ ഭാഗമൊന്നും തട്ടൂല. അപ്പോൾ 2 ദിവസം അവൾ അടിച്ചു വാരിയ കാരണം കൊണ്ട് എനിക്കിന്ന് കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ടൊന്ന് അടിച്ചു വരാനും ഒക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെ അടിയിലും എന്താ പറയുക അങ്ങനെ ഇതേപോലെ മാറ്റുകളൊക്കെ എടുത്ത് കുട്ടി, അതൊക്കെ കുട്ടികൾക്ക് അത്ര ശ്രദ്ധ കിട്ടില്ല. ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ പണികളും ചെയ്യിക്കൽ. എന്നാലും എനിക്ക് അവർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണതിന് അത്ര തന്നെ പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ചൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. സ്റ്റെയറിൻ്റെ മുകളിലാണ് ഞാൻ ഈ സൈഡിലാണ് ഈ ഷൂ റാക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും ഇടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് പെട്ടെന്ന് കൊണ്ട് വന്ന് കൊടുന്ന് വെക്കുമ്പോഴൊക്കെ അലങ്കോലാക്കിയിട്ട് വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ചവിട്ടി വരുന്ന ഇതല്ലേ, അപ്പോൾ അതിൽ മണ്ണും കാര്യങ്ങളും പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുന്ന് വെക്കണതല്ലേ. അപ്പോൾ ഇത് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മാറ്റിയിട്ട് അതിൻ്റെ അടിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് സ്റ്റാൻഡൊക്കെ ഒന്ന് തുടച്ചിട്ട് ചെരുപ്പുകളും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ വെക്കലുണ്ട്. പിന്നെ ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ അപ്പോൾ മാറ്റും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാതും നമ്മളെ വീടിൻ്റെ എവിടെയൊക്കെയുള്ളത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കൈയൊക്കെ എത്തണം അല്ലേ, അപ്പോഴാണ് അതൊക്കെ ഒരു നീറ്റായിട്ടിരിക്കുള്ളൂ.
ഇങ്ങനെ നമ്മൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പിന്നെ ആവശ്യമില്ലാത്ത ചെരുപ്പുണ്ടാവും. അതൊക്കെ അങ്ങനെ ഇരിക്കൂലേ. അപ്പോൾ ആ ഭാഗം നമ്മൾ തൊട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണത് കാണുമ്പോഴാണ് ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാതും എന്തായാലും ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യുന്നതാണ്. അവിടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഇത് ആര് കാണാനാണ് അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും വേണ്ട. എല്ലാതും നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, ഭംഗിയാക്കി വെക്കാനുള്ളതാണ്, അല്ലാന്നുണ്ടെങ്കിൽ വൃത്തിക്ക് ഇരിക്കാനുള്ളതാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഒരു വൃത്തിയിലിരിക്കണതും അല്ലാതെ വൃത്തിയില്ലാതെ കിടക്കണതും നമ്മൾ കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ എൻ്റെ മോള് പറയുന്നൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയും, വീട്ടിലൊരു പണി പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവളും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഉമ്മ എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിക്കും എന്ന് പറയട്ടാ. അപ്പോൾ അത് അവൾ പറയുന്നതാണ്. എനിക്ക് അപ്പോൾ എന്തെങ്കിലും ഒരു ഉണ്ടാവും, ഒന്നെങ്കിൽ പ്ലാൻസ് കെയർ ചെയ്യാനുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അത് ചെയ്യാലോ ഇത് ചെയ്യാലോ, അപ്പോൾ അതൊന്ന് ഉപയോഗത്തിൽപ്പെടുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവൾ പറയുന്നതാണ്, ഉമ്മാക്ക് വെറുതെ ഇരിക്കാനറിയില്ല, അപ്പോൾ എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിക്കും എന്ന് പറയട്ടാ. പിന്നെ മുകളിൽ നമ്മൾ എന്നും അടിച്ചു വാരി തുടക്കമൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെയർ എന്തായാലും ഒന്ന് അടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പൊടി ഇങ്ങനെ കാണുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ബ്ലാക്കും ഒക്കെ ആണെങ്കിൽ സ്റ്റെപ്പുമ്മിൽ നെയ്തിയാൽ എന്തായാലും പൊടി കാണും. അപ്പോൾ അത് എന്നും ഒന്ന് അടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനങ്ങനെ അടിച്ചെടുക്കലുണ്ട് അടിക്കുമ്പോൾ. പിന്നെ അതാ എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ വൃത്തിയിൽ നമ്മൾ ഒന്ന് തുടക്കുന്നതിനെക്കാട്ടിലും മെയിനാണല്ലോ നമ്മൾ അടിച്ചു വരുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ സാധനങ്ങളും നീക്കി ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് അടിച്ചു വാരി എടുക്കുകയാണെങ്കിൽ വീട് കാണാൻ എപ്പോഴും നല്ല ഭംഗിയായിരിക്കും. നമ്മൾക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡസ്റ്റിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ അത് നല്ലതാണ്. അപ്പോൾ പൊടിയും കാര്യങ്ങളും വീട്ടിലില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ നമ്മൾ അടിച്ചു വാരുക തുടക്കുകയൊക്കെ ചെയ്യാം. മാറാല തട്ടലും അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ കുറച്ചൊന്ന് വയ്യാത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും കുളിക്കുന്ന സമയവും ആവാനായിട്ടുണ്ട്. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ എന്ന് കരുതിയിട്ട് കുളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8:30 സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഷീനിലാണ് ഞാൻ അലക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അത് രാവിലെ തന്നെ ഇടും. എന്നിട്ട് നമ്മൾ ഈ ഒരു കുക്കിങ്ങിൻ്റെ സമയം അല്ലെങ്കിൽ ഈ അകൊക്കെ ഒന്ന് അടിച്ചു വരുമ്പോഴത്തേക്ക് അതങ്ങോട്ട് ആവട്ടെ. അതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് നോക്കിയാൽ മതി. പിന്നെ അത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പണി ഉണ്ടാവില്ല, അതുകൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു 8:30 സമയമാകുമ്പോഴത്തേനൊക്കെ നമുക്ക് ഈസിയിൽ നമുക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാ പണികളും തീർക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇനി നമ്മളിത് കുക്കിങ്ങിന് വന്നിട്ടുണ്ട്, നമ്മളെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലാ സാധനവും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ കറിയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് ഒലിവ് എടുത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അതും കൂടി ഇട്ടിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിൽ ജസ്റ്റായിട്ടൊന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞത് നമ്മൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീനും നമ്മൾ വെണ്ടക്ക ഉണ്ടല്ലോ അതും കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇവിടെ ഫേവറായിട്ടുള്ള കറിയാണ്. നമ്മളെ മലപ്പുറത്തേര് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു മസാലക്കറിയാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ഇതായതിൻ്റെ ശേഷം മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി ഒരു ചെറിയ വലിയ ഉള്ളി, അല്ലെങ്കിൽ വലിയ ഉള്ളി ആണെങ്കിൽ ഒരു പീസ് എടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു വലിയ ഉള്ളി ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതങ്ങനെ ഇങ്ങനെ എല്ലാതും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് വീണ്ടും വഴറ്റിയെടുക്കുന്നുണ്ട്. മൺചട്ടിയിൽ തന്നെ നമ്മൾ കറികൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കട്ടോ. ഒരുപാട് മൺചട്ടികൾ വാങ്ങി വെച്ചിട്ട് അതിൽ മാത്രം കറി ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് വാങ്ങണം. പിന്നെ നമ്മൾ തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ വല്യുള്ളി തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് ഒന്നിച്ച് വഴന്ന് കിട്ടട്ടെ. അപ്പോൾ ഒരു സിമ്മിലിട്ടിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് അത് വഴലാൻ വേണ്ടി വെക്കുക. അപ്പോഴേക്ക് നമ്മൾ പൊടികളൊക്കെ എടുത്ത് വെക്കുക. അങ്ങനെ നമ്മൾ പണികളിങ്ങനെ ഓരോരോ റെഡിക്കനുസരിച്ച് നമ്മളിങ്ങനെ എടുക്കട്ടെ. അപ്പോൾ നമുക്ക് നല്ല രസത്തിൽ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഓരോ പണികളും അങ്ങനെ എടുക്കുക. അങ്ങനെ അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ വല്ലാതെ എരിവില്ല, കറക്റ്റിനുള്ളൊരു എരിവാണ് കേട്ടോ. അപ്പോൾ അത് 2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 3 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതാ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പൊടികളൊക്കെ ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ഈ തക്കാളിയിലും ഇതിലൊക്കെ ഇട്ടിട്ടൊന്ന് പൊടികളൊന്ന് മൂത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക.
കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇനി പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെമ്മീനിൽ അധികം പുളി ആവശ്യമില്ലല്ലോ, കുറച്ച് പുളി ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട കാരണം കൊണ്ട് ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുതാണെങ്കിൽ ഒരു 2-3 വേണം കേട്ടോ, അങ്ങനെ എടുക്കണം. അപ്പോൾ ഇത് നല്ല വലിയൊരു തക്കാളിയായിരുന്നു. അപ്പോൾ തക്കാളി കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ വരും. ഇനി കുറച്ച് പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിയൊക്കെ നമ്മളത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് തുടങ്ങിക്കണ്ട, ഇനി ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഇനി ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നന്നായിട്ട് വെള്ളത്തിൽ നമ്മൾ കറികൾ ഉണ്ടാക്കരുത്, കുറച്ചൊരു കുറുകിയ ടൈപ്പിലുള്ള കറി ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തിളച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാണ്ട്, അപ്പോൾ അതിന് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു അരമുറി നമ്മളെ തക്കാളിൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തത്, ഒരു 2-3 ചെറിയ ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മീൻ കുഴക്കുന്നതിലൊക്കെ നമ്മളൊരു കുറച്ച് തക്കാളി നീര് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യലുണ്ട്. നമ്മൾ മീൻ ഫ്രൈ ആക്കുമ്പോൾ ആ കായത്തിൽ കുറച്ച് തക്കാളിൻ്റെ നീര്, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത ബോട്ടിൽസൊക്കെ ഉടനെ തന്നെ അങ്ങോട്ട് തുടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബോട്ടിൽസ് വേറെ തുടക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇത് എടുക്കില്ല. അപ്പോൾ അങ്ങനെ തുടച്ചങ്ങാണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറിയൊക്കെ തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൂടുതൽ കറിയിലിടലില്ല, കുറച്ച് കറിയിലിട്ടിട്ട് പിന്നെ വെണ്ടയ്ക്കാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഈ വെണ്ടയും ചെമ്മീനും കൂടി കറി വെക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ തേങ്ങ വേണമെങ്കിൽ നമുക്ക് അരച്ച് ചേർക്കാം. ഇത് തേങ്ങ അരക്കാത്ത മസാലക്കറിയാണ്. അപ്പോൾ അത് ചെമ്മീനിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ച് കൊടുത്തിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ ഇന്നലെ നമ്മൾ കഴുകിയിട്ട് നന്നാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചതായിരുന്നു. പിന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളി കഴിഞ്ഞാലും എനിക്ക് കുക്ക് ചെയ്യാൻ മടിയില്ലാത്തതാണ് കേട്ടോ. നമ്മളെ മേലേക്കൊന്നും പിന്നെ ആവില്ല, ഡ്രസ്സിക്കൊന്നും അങ്ങനെ കാര്യമായിട്ടാവില്ല. ഇനിയിപ്പോൾ അഥവാ ഇനി ഒക്കെ നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണികളൊക്കെ എടുക്കണോണ്ടും എനിക്ക് മടിയൊന്നുമില്ല. എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും അങ്ങനെ ഡ്രസ്സ് മാറ്റണം തോന്നി കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ടും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോരോ ശീലങ്ങൾ. ഇനിയിപ്പോൾ കുളി കഴിഞ്ഞിട്ട് പണിയെടുത്താൽ അതങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെ തോന്നില്ല. പക്ഷേ എന്തായാലും നേരത്തെ കുളിക്കണം, കുളിച്ചിട്ടേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, പണികൾ നേരത്തെ കഴിയണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഈ ചെമ്മീനൊക്കെ ഒരു ഹാഫ് വേവ് വന്നപ്പോൾ നമ്മൾ വെണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടയ്ക്ക് അധികം വേവില്ലല്ലോ, പിന്നെ കുറച്ച് നേരം കൂടി നമ്മൾ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ വെണ്ടയും ചെമ്മീനൊക്കെ നല്ല വേവൊക്കെ കറക്റ്റായിട്ട് വരും. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. പിന്നെ നമ്മൾ കുറച്ചതിലേക്ക് മല്ലിയില, ലാസ്റ്റായിട്ട് മല്ലിയിലയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിടും. അപ്പോൾ കറി നമുക്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീൻ അവിടെ ഫ്രൈ ആയിട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത് ചെറുപയർ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കാതെ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് വേവിച്ചെടുക്കുമ്പോൾ ഞാൻ ഉപ്പിടാതെ വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ഉപ്പിടാതെ അങ്ങനെ വേവിക്കുമ്പോൾ പയർ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വെന്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിലിട്ടേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുപയർ പെട്ടെന്ന് വേവുമല്ലോ. കുറച്ച് സാലഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ്, ക്യാബേജ്, ഒരു ചെറിയ പീസ് തക്കാളി, ഒരു ചെറിയ പീസ് വലിയ ഉള്ളി, പച്ചമുളക്, ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സാലഡാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ വെജിറ്റബിൾ കുട്ടികൾ കഴിക്കും അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ വേവിച്ചിട്ട് കഴിക്കണേക്കാട്ടി നല്ലത് ഇങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കൂടെ ഒരു സാലഡ് കൂടി എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ ഉപ്പും കൂടി ഇട്ടിട്ട് സാലഡ് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള ഇതൊക്കെയാണ്.
കുട്ടികൾ കഴിക്കുന്നത് ഏത് രീതിക്കാണ് അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കഴിക്കട്ടെ എന്ന് എഴുതിയിട്ട്. പിന്നെ പയറുപ്പേരി ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയർ എൻ്റെ വീട്ടിൽ കുറേ കാണലുണ്ട് എപ്പോഴും ഈ പയറുപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി വെച്ച് കൊടുക്കിട്ടാൽ അങ്ങനെ വലിയ ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ ഉപ്പേരി ചോറിൻ്റെ കൂടെ സാമ്പാർ പയറുപ്പേരി ഇതാണ് അവളെ ഫേവറേറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കട്ടെ എന്ന് എഴുതിയിട്ട് ഈ പയറുപ്പേരി ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പിന്നെ നമുക്ക് ചെറുപയർ ദോശ ഉണ്ടാക്കാം അല്ലേ, അത് ഭയങ്കര ഹെൽത്തിയാണ്. ഞാൻ ഉണ്ടാക്കി കഴിക്കലുണ്ട് കേട്ടോ രാവിലെ. ചെറുപയർ നമ്മൾ ഈ ഉഴുന്ന് അരക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അത്, ചെറുപയർ ദോശ എന്നുള്ളത്. അത് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കട്ടെ. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കലുണ്ട്. അപ്പോൾ നമ്മൾ പറയലുണ്ടല്ലോ ഉഴുന്ന് വെച്ചിട്ട് ഉഴുന്ന് ദോശ, അല്ലെങ്കിൽ നമ്മൾ മാവരച്ചിട്ടുള്ളതിൽ പല വെറൈറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ഫുഡ് ഒക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വൈകുന്നേരം ഒന്നും എടുത്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇനി നമ്മൾ രാത്രിയിൽ ഒരു ചെറിയൊരു സ്കിൻ കെയർ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ചൊരു ഏജിൽ നമ്മൾ ആയി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ബദാം ഓയിലാണ്. ഇത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബദാം ഓയിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഈ ബദാം ഓയിൽ വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി, നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും നമ്മൾ ആ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ ബദാം ഓയിൽ വെച്ചിട്ട്. അപ്പോൾ ഞാനിത് രാത്രിയാണ് ചെയ്യലിട്ടാ മസാജ് ചെയ്യൽ. അപ്പോൾ നമുക്ക് ടൈം കിട്ടുന്നതും പിന്നെ ഒന്നും കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് രാത്രിയാണ് നല്ലത്. വൈകുന്നേരങ്ങളിൽ നമ്മൾ വെയിലൊക്കെ ആറിയതിന് ശേഷം നമ്മൾ ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ബദാം ഓയിൽ നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് സാധാ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മളെ മുഖത്തും കൈമലൊക്കെ തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കടലപ്പൊടി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മളെ സ്കിന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു കുറച്ചൊരു സമയം നമുക്ക് കണ്ടെത്താം. അപ്പോൾ അത് പകൽ ടൈമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ രാത്രിയിൽ ചെയ്തെടുക്കാം അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് ഞാനിങ്ങനെ കാണിച്ചതേ ഉള്ളൂ. നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയാണ്. ഒരു 10 മിനിറ്റ് നമുക്കങ്ങനെ മുഖത്ത് വെച്ചിട്ട് പിന്നെ കടലപ്പൊടി വെച്ചിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചത്, ഇത് രാത്രിയിൽ ചെയ്യണത് തന്നെയാണ്. നമ്മൾ ഒരു നൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതും ഭയങ്കര എഫക്റ്റ് ഇട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഞാനൊരു തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൾപ്പ്, തക്കാളീൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഒരു സ്പൂണ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ഇത് കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. പിന്നെ തൈരും ഒരു 1/2 സ്പൂണ് 3/4 സ്പൂൺ, അത് മിക്സ് ചെയ്യാൻ എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ കട്ടത്തൈര് എടുക്കുക, ലൂസായിട്ടുള്ള തൈര് എടുക്കരുത്, കട്ടത്തൈര് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ റൗണ്ടിൽ മുഖത്തിങ്ങനെ ഫേസിലിങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഫേസ് കാണിക്കാത്ത കാരണം കൊണ്ട് കയ്യിൽ കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെ കയ്യിലും ഫേസിലൊക്കെ നമുക്ക് ചെയ്യാം. നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് വരാൻ വേണ്ടി നല്ലതാണത്. അപ്പോൾ മുഖത്തിട്ടതിൻ്റെ ശേഷമാണ് ഇനി നമ്മൾ കിച്ചൺ ക്ലീനിങ്. അപ്പോൾ ടൈമില്ല, നമുക്ക് ഒന്നിനും സമയമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മളെ മടി കാരണം കൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാത്തത്. നമുക്ക് സ്കിന്ന് കെയർ ആണെങ്കിലോ നമ്മളെ ഹെൽത്ത് നോക്കാനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യാത്തത് നമ്മളെ മടി കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ രാത്രി ഇത് മുഖത്തിട്ടിട്ട് അത് മുഖത്തൊന്ന് പിടിക്കുന്ന ഒരു സമയം കൊണ്ട് എൻ്റെ പാത്രം കഴുകലും കിച്ചൺ ക്ലീനിങ്ങും കഴിയൂട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഫുഡ് ഒരു 8 മണി സമയത്തൊക്കെ നമ്മൾ ഇശാ ബാങ്ക് കൊടുത്ത സമയത്ത് കഴിക്കാൻ വേണ്ടി, അല്ല അതിൻ്റെ മുന്നൊക്കെ ഏറ്റവും ബെറ്റർ ഏറ്റവും നേരത്തെ കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ പിന്നെ സംസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ കുറച്ച് നേരം ഓതും. എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മളെ ഫുഡൊക്കെ ഒന്ന് ദഹനമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് നമ്മളിത് മുഖത്തിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മുഖത്തിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതുകൊണ്ട് മുഖത്ത് പിടിക്കുന്ന ഒരു സമയം മതി എനിക്ക് ഈ പാത്രം കഴുകാൻ അല്ലെങ്കിൽ കിച്ചനൊന്ന് നേരാക്കാൻ. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ നമുക്കൊരു ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം നമ്മൾ കണ്ടെത്തി നമുക്ക് സമാധാനം കിട്ടും. പിന്നെ നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ശ്രദ്ധിക്കണം തന്നെ ചെയ്യണം. എന്നാൽ തന്നെ നമുക്ക് നല്ലപോലെ പോകാൻ വേണ്ടി പറ്റുള്ളൂ.
പിന്നെ സൗന്ദര്യം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താണോ ഉള്ളത് നമ്മളെ സൗന്ദര്യം നമ്മൾ കാത്തു സൂക്ഷിക്കല്ലേ. ഒരുപാട് സൗന്ദര്യം ഒരുപാട് ഭംഗിയൊന്നും വേണ്ടട്ടാ. ഉള്ളത് എന്താണോ ഉള്ളത് നമുക്ക് ഇതാക്കട്ടെ. മറ്റുള്ളവർക്ക് നമ്മൾ നോക്കിയിട്ട് അവരുടെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടേതേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉള്ള സൗന്ദര്യം നമ്മൾ കീപ്പ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചത് നമ്മളെ കൂട്ടുകാർക്ക് ഒന്ന് പ്രചോദനമാവട്ടെ, ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്ന് എഴുതിയിട്ടാണ്. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നല്ല പോലെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുക. അപ്പോൾ അതാണ് അത് കാണിച്ചത്. ഇനി നമ്മളിതാ കിച്ചൺ ക്ലീൻ ചെയ്യണം. അപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് നമ്മൾ എന്നും പാത്രം കഴുകിയിട്ട് തന്നെ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. രാത്രി ഒരിക്കലും നമ്മൾ പാത്രം കഴുകാതെയോ കിച്ചൺ നേരാക്കാതെയോ കിടക്കരുത്. അതും നമ്മളെ വീട്ടിൽ ബർക്കത്ത് കുറക്കണ കാര്യമാണ്. പിന്നെ അതെല്ലാം ഞാൻ പറയല്ലോ, രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഏത് അവസ്ഥയിലാണ് എണീക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സുഖമില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊരു മരണം നടക്കുമോ എന്താ നമുക്കൊന്നും ഉറപ്പില്ലാത്തൊരു പറയുക ഹാഫ് മരണത്തിലാണ് നമ്മൾ ഉറക്കം പറയുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ രാവിലെ ഏത് അവസ്ഥയിലാണ് എണീക്കുക എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ പറയല്ലോ, വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വൈകുന്നേരം ഒന്ന് അടിച്ചു വരിയിടുക. പിന്നെ കിച്ചൺ കിടക്കണതിൻ്റെ മുന്നേ നല്ല നീറ്റായിട്ട് തുടച്ചിട്ട് ഇടുക കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇട്ട് കിടക്കുക. ഒരു സമാധാനം ബർക്കത്തും സന്തോഷമൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സമയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം രാത്രിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കുട്ടികളെ കൊണ്ടെങ്കിലും ചെയ്യിച്ചിട്ട് ഞാൻ കിടക്കാറുള്ളൂ. അപ്പോൾ അത് പിന്നെ രാവിലെ നമുക്ക് കിച്ചണിൽ കയറാനും പണിയെടുക്കാനൊക്കെ ഒരു ഇഷ്ടമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ മെസ്സേജ് എടുക്കുന്ന ഒരു കിച്ചണിൽ കയറിയിട്ട് പണിയെടുക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ ഭാഗവും തുടച്ചിട്ട് പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി, നമ്മൾ ഹാൻഡ് വാഷ് ഇട്ടിട്ട് നമ്മളെ കബോർഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും വെച്ചിട്ട് തുടക്കട്ടെ. രാത്രിയിൽ എന്തായാലും അങ്ങനെ തുടച്ചിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മളെ കൂറ, പല്ലി, പാറ്റ അങ്ങനെയുള്ളതിൻ്റെ ഒന്നും ശല്യങ്ങൾ വല്ലാതെ ഉണ്ടാവും കേട്ടോ. ഉറുമ്പ്, പ്രാണികൾ അതൊന്നും വലിയ, കാരണം ഈ സ്മെല്ല് ഉണ്ടായി കഴിഞ്ഞാൽ അവർ അങ്ങനെ പല്ലികളും അല്ലെങ്കിൽ പാറ്റകൾ, കൂറശല്യം ഉണ്ടാവുമല്ലോ, അതൊന്നും അങ്ങനെ വല്ലാതെ വരില്ല. പിന്നെ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ ഈ പാറ്റകൾ നമ്മളിങ്ങനെ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് എണീറ്റ ഉടനെ തന്നെ പുറത്ത് കൊണ്ട് കളയണം കേട്ടോ. അത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പ്രാണികൾ വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാണികൾ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ വേസ്റ്റുകൾ പെട്ടെന്ന് നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗവും ഇതുപോലെ അങ്ങോട്ട് തുടച്ചിട്ട് കിടക്കണമെന്ന് ഞാൻ ചെയ്യൽ. അപ്പോൾ നമ്മളെ മുഖത്തുള്ള ഫേസിലിട്ട സംഭവം ഇങ്ങനെ നല്ല കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി മസാജ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുക ഫേസിൽ, ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇതാക്കിയിടുക. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം അത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോഴേക്കും മുഖത്തൊക്കെ നന്നായിട്ട് പിടിക്കും. രാത്രിയിൽ ഇത് എന്തെങ്കിലും ചെറുതായിട്ട് രീതിയിൽ എന്തെങ്കിലും നമ്മെ കൊണ്ട് പറ്റുന്നത് എന്താ വെച്ചാൽ അത് ചെയ്യുന്നത് നമുക്കൊരു മുഖത്തൊരു നല്ലതാണ്. എപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും നോക്കണ പോലെ തന്നെ മുഖവും എല്ലാതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ രാത്രിയിലെ കാര്യങ്ങൾ. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് പോകട്ടെ. നിങ്ങളെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. എൻ്റെ മുന്നത്തെ വീഡിയോസും കൂടി കണ്ടിട്ടൊന്ന് സപ്പോർട്ടാക്കട്ടെ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.